ഞാനിന്നുണ്ടാക്കുന്നത് ഒരു മേത്തി പൊറോട്ടയും അതിൻ്റെ സബ്ജിയാണ്. അതിന് മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇല. അത് നല്ലതായിട്ട് കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞ് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ആട്ട എടുക്കുക. ആട്ടയ്ക്ക് ചേർക്കാനുള്ള മസാലകളെന്ന് പറയുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ജീരകപ്പൊടി, തൈര്, എണ്ണ ഇവയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്ത് വെക്കുക. അതെല്ലാം ആട്ടയ്ക്കകത്ത് ചേർത്തിട്ട് മുമ്പേ അതൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ച് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ച് വയ്ക്കുക. അത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് സബ്ജി ഉണ്ടാക്കാനായിട്ട് നോക്കാം. സബ്ജി എന്ന് പറയുന്നത് നമ്മൾ ആലു ബേങ്കൺ കാ സബ്ജി എന്ന് പറഞ്ഞാൽ ഉരുളൻകിഴങ്ങും പൊട്ടറ്റോയുടെയും സബ്ജിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നല്ലൊരു കോമ്പിനേഷനാണ് പൊറോട്ടയുടെ കൂടെ. അതുകൊണ്ട് നമുക്ക് ഈ ഉരുളൻകിഴങ്ങും വഴുതനങ്ങയും കൂടെ മുമ്പേ കഴുകി വെള്ളത്തിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കണം. മുമ്പേ കുറച്ച് എണ്ണ ഒഴിച്ച് ഉരുളൻകിഴങ്ങിനെ ഫ്രൈ ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് ബ്രിഞ്ചാളും ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് വെക്കണം. അതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാൻ ഇതിൻ്റെ കറി ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടി നമ്മൾ ഒരു 2 ഉള്ളി കൊത്തിയരിഞ്ഞ് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വയ്ക്കുക. ബേങ്കണും വറുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഉള്ളി മസാല ചേർത്ത് നമുക്ക് കറി ഉണ്ടാക്കാവുന്നതാണ്. ടൊമാറ്റോയുടെ പ്യൂരി ഉണ്ടാക്കി വയ്ക്കണം. പിന്നെ ആവശ്യമുള്ള മസാലകൾ ചേർത്ത് നമുക്ക് കറി ഉണ്ടാക്കാനാണ്. വഴുതനങ്ങ ഒരു 90% വേകുന്നത് വരെ നമുക്ക് അതിനെ ഒന്ന് വറുത്തെടുക്കണം. അതിന് ശേഷം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാനുള്ള മസാലകൾ തയ്യാറാക്കാം. നമ്മുടെ വഴുതനങ്ങയും പൊട്ടറ്റോയും ഇപ്പം വറുത്ത് കോരി നമ്മൾ വെച്ചേക്കുവാണ്. ഇനി നമ്മൾ ആദ്യം ചീനിച്ചട്ടി തന്നെ എണ്ണ ബാക്കിയുള്ളതുകൊണ്ട് അതിനകത്ത് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും അല്പം വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതും ചേർത്ത് ഉള്ളി ചേർത്ത് നമുക്ക് വഴറ്റാവുന്നതാണ്. ഉള്ളി ഇട്ടതിന് ശേഷം നമുക്കല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും മുമ്പേ ചേർക്കാം. ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും മുമ്പേ ചേർക്കുമ്പം പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനാണ് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ മുമ്പേ ചേർക്കുന്നത്. അതിന് ശേഷം ഒന്ന് ചൊവ്വ വഴന്ന് വരട്ടെ. വഴന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകൾ ചേർക്കാം. ബാക്കിയുള്ള മസാലകളെന്ന് പറഞ്ഞാൽ മുളക് പൊടി ചേർക്കണം, മല്ലിപ്പൊടി ചേർക്കണം, ജീരകപ്പൊടി ചേർക്കണം, ഗരം മസാല ചേർക്കണം. ഇതൊക്കെയാണ് അതിന് ചേർക്കാനുള്ള മസാലകൾ. അതെല്ലാം ചേർത്ത് നല്ലതായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ടൊമാറ്റോയുടെ പ്യൂരി 2-3 ടൊമാറ്റോ അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് നമുക്കതിനെ വഴറ്റാവുന്നതാണ്. നല്ലതായിട്ട് വഴറ്റി അത് മസാലകളെല്ലാം ഉള്ളിയോടെ പിടിച്ച് വറുത്തക്കോണം നല്ലതായിട്ട് വഴറ്റുക. അതിന് ശേഷം നമുക്ക് ടൊമാറ്റോയുടെ പ്യൂരി ചേർക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമുക്ക് ഇത് മേത്തി ഇല എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇല മാത്രമല്ല, നമുക്ക് നാട്ടിലുള്ള ചീര ഇല ഉപയോഗിച്ചും മുരിങ്ങ ഇല ഉപയോഗിച്ചും നമ്മൾ നാട്ടിൽ കറി വെക്കുന്ന ഏത് ഇല ഉപയോഗിച്ചും അരിഞ്ഞ് ആട്ടയുടെ ചേർത്ത് നമുക്ക് ഇതുപോലെ മേത്തിയുടെ റൊട്ടി ഇതുപോലെ പൊറോട്ട ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. മെയിനായിട്ട് ഇതിൻ്റെ കൂടെ അയമോദകം ചേർക്കണം.
അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടു, അതുകൊണ്ടാണ് അയമോദകവും ചേർത്ത് ചേർത്തുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. തണുത്ത കാലാവസ്ഥയിലൊക്കെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. മഴയൊക്കെ ഉള്ള സമയത്ത് ഇതുണ്ടാക്കി കഴിക്കുവാൻ നല്ല രസമാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ഇപ്പോഴും നമ്മുടെ സബ്ജി മസാല നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ടൊമാറ്റോ അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, ആവശ്യത്തിന് വെള്ളം എത്ര വേണമെന്ന് വെച്ചാൽ അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്ത് അതിനെ ഒന്ന് തിളയ്ക്കാൻ വെക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ നല്ലതായിട്ട് ഉറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലകൾ പൊട്ടറ്റോയും ബ്രിഞ്ചാളും കൂടെ വറുത്തത് ഇതിനോട് ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. അതിന് ശേഷം നമുക്ക് മല്ലിയില, കൊത്തിയരിഞ്ഞ മല്ലിയില ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് മല്ലിയില ഉപയോഗിക്കാം. അരപ്പൊക്കെ ഒന്ന് ഇതിൻ്റെ സബ്ജിയിൽ പിടിച്ചതിന് ശേഷം നമുക്ക് ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മല്ലിയില ഇട്ട് അടച്ച് എടുത്ത് മാറ്റാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചേക്കുന്നത് എടുത്ത് നമുക്ക് പൊറോട്ടയായിട്ട് ഉണ്ടാക്കാം. മല്ലിയില ഇടുമ്പോൾ അതിൻ്റെ സ്വാദ് നല്ല മണമാണ്. അതുകൊണ്ട് മല്ലിയില ഇട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. പച്ചക്കറി കടകളിൽ മല്ലിയില കിട്ടും. ഇനി നമുക്ക് പാൻ വെച്ച് റൊട്ടി തവ വെച്ച് റൊട്ടി ഉണ്ടാക്കാം. കുഴച്ച് വെച്ചതിന് ഒരു വലിയ ബോളായിട്ട് തന്നെ എടുത്ത് അതിനെ പരത്തി റൊട്ടിക്ക് പരത്തുന്ന തന്നെ ഉണ്ടാക്കി നമുക്ക് റൊട്ടി ചുടാവുന്നതാണ്. അതിന് കുറച്ച് നേരം ചൂടാവട്ടെ. അതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് പിന്നെ തിരിച്ചിട്ടതിനെ ഒന്ന് അമുക്കി അമുക്കി കൊടുക്കുമ്പോൾ ആ ഇലയൊക്കെ ചുവ വേവാൻ വേണ്ടി നമുക്കൊന്ന് ഇതിനെ ഒന്ന് പതുക്കി കൊടുക്കണം. കല്ലിൽ വെച്ച് അപ്പോഴും നമുക്ക് പെട്ടെന്നത് വെന്ത് കിട്ടും. തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ചട്ടുകം വെച്ചൊന്ന് അമുക്കി കൊടുക്കുമ്പോൾ നല്ലതായിട്ട് വേകും. അതിന് ശേഷം നമുക്ക് മേളിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തോ നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ അത് ചേർത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ റൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് നെയ്യ് തൂത്ത് കൊടുക്കാം. സാധാരണ റൊട്ടിക്ക് പുരട്ടുന്നതിനേക്കായി ഒരല്പം കൂടെ നെയ്യോ എണ്ണയോ മൊത്തത്തിൽ പുരട്ടി എടുത്താൽ കഴിക്കാൻ നല്ല രസം കാണും. അതുകൊണ്ട് ചൂടോടെ ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. വയറ് നിറച്ച് നമുക്ക് കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും. അപ്പം നമുക്കത് മാറ്റിയെടുത്തിട്ട് അടുത്ത ചപ്പാത്തി ഉണ്ടാക്കാം, അടുത്ത പൊറോട്ട ഉണ്ടാക്കാം. രണ്ടാമത്തെ പൊറോട്ടയും വെച്ചിട്ടുണ്ട്. ഇനി അതുകൂടെ ഒന്ന് വേവട്ടെ. 3-4 പൊറോട്ട ഉണ്ടാക്കിയിട്ട് നമുക്ക് നിർത്താം. രണ്ടാമത്തെ പൊറോട്ട പെട്ടെന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് എടുത്തിട്ട് തിരിച്ചിട്ട് നമുക്ക് എണ്ണ തൂത്ത് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ പൊറോട്ടയും റെഡിയായി. ഇനി നമുക്ക് എണ്ണ തൂത്ത് അതിനെ മാറ്റാം. ഇനി ഒരു പൊറോട്ടയും കൂടെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് ശേഷം നമുക്ക്
സെർവ് ചെയ്യാനെടുക്കാം. മൂന്നാമത്തെ പൊറോട്ട നമ്മുടെ റെഡിയാവുകയാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം. നമുക്ക് ഏത് പച്ചില വെച്ച് നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലെടുത്ത് വെച്ച് നോക്കാം. 2-3 പൊറോട്ടയും അതിൻ്റെ കറിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്.